വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുടെ മെല്ലെപ്പോക്കിനെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ജനപ്രതിനിധികൾ അധികാരമേറ്റതിനു ശേഷമുള്ള രണ്ടാമത്തെ താലൂക്ക് വികസന സമിതി യോഗമാണ് ശനിയാഴ്ച പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ ചേർന്നത്. ഭൂരിഭാഗം ജനപ്രതിനിധികളുടെയും അഭാവത്തിലായിരുന്നു യോഗം. തൃത്താല മണ്ഡലത്തിൽ നിന്നും ഒരു ജനപ്രതിനിധി പോലും യോഗത്തിൽ എത്തിയില്ല എന്നതും ശ്രദ്ധേയമായി. പട്ടാമ്പി മണ്ഡലത്തിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള നിരുത്തരവാദിത്ത സമീപനത്തിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. ഇതുപോലെ ഉത്തരവാദിത്തമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഈ എല്ലാം കിഫ്ബി ഉണ്ട്, KRP ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, ടെലിഫോൺസിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരുണ്ട്. ഇവർ ഓരോരുത്തരെ പണിചേരുന്ന സാഹചര്യമാണ്. ഒരു ഭാഗത്ത് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത സമയത്ത് വന്ന് ഡ്രെയിനേജിൽ കയറുമ്പോൾ ആ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. പട്ടാമ്പി പട്ടാമ്പി നഗരത്തിൽ ഏകദേശം 30-40 കൊല്ലം പഴക്കമുള്ള പൈപ്പ് ലൈനാണ് കടന്നു പോകുന്നത്. പല ഭാഗത്തും പുതിയ പൈപ്പ് ഇട്ടു, ഇനിയും പുതിയ പൈപ്പ് ഇടാത്ത കുറെ പ്രദേശങ്ങളുണ്ട്. അത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഫണ്ട് പദ്ധതി വെച്ച ഫണ്ട് കഴിഞ്ഞു, അതല്ലെങ്കിൽ ബാക്കി വന്ന ഫണ്ടിന് പ്രൊജക്ട് റിവൈസ് ചെയ്തിട്ട് പിന്നെ പൈപ്പ് ഇടേണ്ട സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നേരിടുന്ന കുടിവെള്ളക്ഷാമം യോഗത്തിൽ ചർച്ചയായി. കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാനുള്ള കാലതാമസവും യോഗത്തിൽ വിമർശനത്തിന് ഇടവരുത്തി. ജലജീവൻ മിഷന്റെ കണക്ഷൻ എല്ലാവർക്കും പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിലുണ്ടായിരുന്ന മിനി ജലസേചന കുടിവെള്ള പദ്ധതികളൊക്കെ പെടുത്തുപോയി. ഒപ്പം ഗ്രാമപഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധി കൂടിയായിരുന്ന ഞാൻ വളരെ രൂക്ഷമായി അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ളം. അതിന് പരിഹാരമായിട്ട് മിനി ജലസേചന പദ്ധതികൾ ഒരു 40-50 വീടുകൾക്ക് കേന്ദ്രീകരിച്ച് നിരവധികളായ പദ്ധതികൾ ഉണ്ടായിരുന്നു. അവിടെ കുടിവെള്ളം കൃത്യമായി കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നെടുങ്കോട്ടൂർ ഭാഗങ്ങളിൽ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പൊ ജലജീവന്റെ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് തുറന്നു നോക്കിയപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പൊട്ടിപ്പോവാ. ഇന്ന് രാവിലെ തന്നെ ഞാൻ വാർഡുകളിലൂടെ വണ്ടിയെടുത്ത് പല ഭാഗങ്ങളിലും പോയി നോക്കിയപ്പോൾ ഞാൻ ചെന്ന കാഴ്ച തന്നെ ഒരു വീടിന്റെ ഉമ്മറത്ത് വീട്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത് ശക്തിയായിട്ടാണ് വെള്ളം പൊട്ടിപ്പോകുന്നത്. വേനൽ തുടങ്ങിയതോടെ ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു. പട്ടാമ്പി മേഖലയിലെ ഗതാഗതക്കുരുക്കും താലൂക്ക് വിസമിതി യോഗത്തിൽ ചർച്ചയായി. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ആശുപത്രി അധികൃതരും യോഗത്തിൽ അറിയിച്ചു. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ യോഗം ചേരുവാനും തീരുമാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A.P. രാമദാസ്, നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി, തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. ജമീല, തഹസിൽദാർ ടി.പി. കിഷോർ, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു.